അധികാരമേറ്റ് 3 മാസം കൊണ്ട് താളം തെറ്റിയ സതീശൻ സർക്കാർ. വാഗ്ദാനം ചെയ്ത കാര്യങ്ങളൊക്കെ വേറെ വഴിക്ക്, ഭരണം മറ്റൊരു വഴിക്ക്. അധികാരത്തിലെത്തി 3 മാസം മാത്രം പിന്നിടുമ്പോൾ തന്നെ ഭരണത്തിന്റെ പോക്കിനെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ നേരിടുകയാണ് സതീശൻ സർക്കാർ. തെരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച വാഗ്ദാനങ്ങളും അധികാരത്തിലെത്തിയ ശേഷമുള്ള നടപടികളും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന ആരോപണമാണ് ഇതിനോടകം തന്നെ ശക്തമായിരിക്കുന്നത്. വാക്കും പ്രവൃത്തിയും രണ്ടായി മാറുന്ന കാഴ്ചയാണ് സർക്കാരിന്റെ ആദ്യ 3 മാസങ്ങളിൽ കാണുന്നത് എന്നാണ് പൊതുവെയുള്ള വിമർശനം. അധികാരത്തിലെത്തിയ ഉടൻ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അതിന് പകരം ഓരോ മേഖലയിലും പുതിയ വിവാദങ്ങളും പുതിയ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാരിന്റെ ഭരണപരാജയങ്ങളെ മറച്ചുപിടിക്കാൻ ചില പോലീസ് നടപടികളും അറസ്റ്റുകളും വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നുവെന്ന വിമർശനവും ഇതിനോടകം തന്നെ ശക്തമായിട്ടുണ്ട്. അർജുൻ ആയങ്കിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ ഇതിന്റെ ഭാഗമായി വലിയ ചർച്ചയായി മാറിയിട്ടുമുണ്ട്. ഒരു സൈബർ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആയങ്കിയെ അറസ്റ്റ് ചെയ്തതും തുടർന്ന് TG മോഹൻദാസിനെതിരെയും പോലീസ് നടപടി ഉണ്ടായതും രാഷ്ട്രീയ കേരളത്തിൽ വലിയ ശ്രദ്ധ നേടി. 2 അറസ്റ്റുകൾ വലിയ നേട്ടമായി അവതരിപ്പിക്കപ്പെട്ടുവെന്നും അതേസമയം സംസ്ഥാനത്ത് സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായ സാധാരണക്കാരുടെ പരാതികളിൽ ഇതേ വേഗത കാണാറില്ലെന്നതും ഒരു വസ്തുതയാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ ഏറ്റവും വലിയ ഇരകളിൽ ഒരു വിഭാഗം സ്ത്രീകളാണ്. സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അധിക്ഷേപിക്കപ്പെടുന്നവരും ഭീഷണികൾ നേരിടുന്നവരും വ്യാജ അക്കൗണ്ടുകളിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് ഇരയാകുന്നവരും സ്വകാര്യ വിവരങ്ങളും ചിത്രങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടുന്നവരും നിരവധിയാണ്. ഇത്തരം പരാതികളുമായി പോലീസ് സ്റ്റേഷനുകളിലെത്തുന്ന സാധാരണക്കാർക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്ന കാലതാമസത്തെക്കുറിച്ച് വർഷങ്ങളായി പരാതികളുണ്ട്. അതിനിടയിലാണ് രാഷ്ട്രീയമായി ശ്രദ്ധേയമായ കേസുകളിൽ പോലീസ് വളരെ വേഗത്തിൽ നടപടി സ്വീകരിക്കുന്നത് എന്ന വിമർശനം ഉയരുന്നത്. നിയമ നടപടിയിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകരുതെന്ന അടിസ്ഥാന തത്വം ഇവിടെ പ്രസക്തമാണ്. പരാതി നൽകുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ബന്ധമല്ല, കുറ്റത്തിന്റെ ഗൗരവമാണ് പോലീസ് നടപടിയുടെ വേഗത നിർണ്ണയിക്കേണ്ടത്. അതിനാൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ 2 അറസ്റ്റുകൾ നടന്നതിനെ മാത്രം വലിയ നേട്ടമായി അവതരിപ്പിക്കുന്നതിന് പകരം സംസ്ഥാനത്തെ മുഴുവൻ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെയും ഓരോ തരത്തിലുള്ള കാര്യക്ഷമത നടപടി ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇതോടൊപ്പം ഓപ്പറേഷൻ തൂഫാൻ സർക്കാരിന്റെ പോലീസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ചർച്ചയാകുന്നുണ്ട്. ലഹരിക്കെതിരായ നടപടികളുടെ ഭാഗമായി നിരവധി പേരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക തലത്തിൽ പറയുന്നത്. എന്നാൽ ലഹരി വിതരണത്തിന്റെ താഴെത്തട്ടിലുള്ള കണ്ണികളെ പിടികൂടുന്നതിൽ മാത്രം നടപടി ഒതുങ്ങുന്നെന്ന വിമർശനം ശക്തമാണ്. ലഹരി എത്തുന്ന വഴികളും അതിന് പിന്നിലുള്ള വലിയ സാമ്പത്തിക ശൃംഖലകളും വിതരണ ശൃംഖലകളെ നിയന്ത്രിക്കുന്നവരും അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതുണ്ട്. ചെറിയ കണ്ണികളെ മാത്രം പിടികൂടി വലിയ മാഫിയകളിലേക്ക് അന്വേഷണം എത്താത്ത സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അതിനെതിരെ സ്വാഭാവികമായും വിമർശനം ഉയരും. ലഹരി വ്യാപനം കേരളത്തിലെ കുടുംബാംഗങ്ങളെയും യുവാക്കളെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള പ്രതികളെ പിടികൂടുന്നതിനൊപ്പം ലഹരി വ്യാപനത്തിന്റെ യഥാർത്ഥ ഉറവിടങ്ങളിലേക്ക് അന്വേഷണം എത്തിക്കേണ്ടതും സർക്കാരിന്റെ പ്രധാന ഉത്തരവാദിത്തമാണ്. ഇനി ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോഴും സർക്കാരിന് നേരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് കുറവില്ല. വിവിധ കേസുകളിലും ഭരണപരമായ നടപടികളിലും കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായതും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പോലീസ് സംവിധാനത്തിന്റെ ഏകോപനവും തീരുമാനമെടുക്കുന്ന രീതിയും കൂടുതൽ കാര്യക്ഷമമാകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ആഭ്യന്തര വകുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ ഏറ്റവും നിർണായക മേഖലയിൽ ഒന്നാണ്. ക്രമസമാധാനവും പോലീസ് സംവിധാനവും കുറ്റാന്വേഷണവും ജനങ്ങളുടെ സുരക്ഷയും നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിൽ ഉണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും സർക്കാരിന്റെ മൊത്തം പ്രതിച്ഛായയെ ബാധിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ R. സുഗതനെ ജയിലിൽ കഴിയുന്നതിനിടെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായതും സർക്കാരിന്റെ ഭരണപരമായ കാര്യക്ഷമതയെ വിമർശകർ ചോദ്യം ചെയ്യാൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സംഭവമായി മാറി. ഇത്തരം സംഭവങ്ങൾ നിയമപരമായ നടപടികൾക്കും ഭരണപരമായ ഏകോപനവും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഒരു സർക്കാരിന്റെ കാര്യക്ഷമത വലിയ പദ്ധതികളിലൂടെ മാത്രമല്ല, ഓരോ ദിവസവും നടക്കുന്ന ഭരണ നടപടികളിലൂടെയും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇനി നേരിട്ട് സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന ക്ഷേമ പെൻഷൻ വിഷയത്തിലേക്ക് തന്നെ വരാം.
ഇടതുപക്ഷ സർക്കാർ വലിയ ജനപിന്തുണയോടെ മുന്നോട്ട് കൊണ്ടുപോയ ക്ഷേമ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ക്ഷേമ പെൻഷൻ. പ്രത്യേകിച്ച് പ്രായമായവർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും പെൻഷൻ വലിയ ആശ്വാസമായിരുന്നു. വീട്ടിൽ പെൻഷൻ എത്തിക്കുന്ന സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്ന മാറ്റമാണ് സർക്കാരിനെതിരെ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഒരു പെൻഷൻ തുക ലഭിക്കുന്നതിലുപരി അത് എളുപ്പത്തിൽ കയ്യിലെത്തുക എന്നതാണ് സാധാരണക്കാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. പ്രായമായ ഒരാൾക്ക് ബാങ്കിലേക്കോ മറ്റ് സംവിധാനങ്ങളിലേക്കോ നിരന്തരം പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് അധിക ഭാരമാണ്. അതുകൊണ്ട് തന്നെ ക്ഷേമ പദ്ധതികളിൽ മാറ്റം വരുത്തുമ്പോൾ ഭരണപരമായ സൗകര്യം മാത്രമല്ല, അതിൻ്റെ ഗുണഭോക്താക്കളായ സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അധികാരത്തിലെത്തിയ ശേഷം ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട ചില നടപടികളും മന്ത്രിമാരുടെ പരാമർശങ്ങളും വിവാദമായി. പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന ആരോപണവും ഉയർന്നു. ഒരു മന്ത്രിയുടെ വാക്കുകൾക്ക് സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയേക്കാൾ വലിയ ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ യാത്രയും സുരക്ഷയും സൗകര്യങ്ങളും സംബന്ധിച്ച വിഷയങ്ങളിൽ മന്ത്രിമാരുടെ ഭാഷ കൂടുതൽ മാന്യവും ഉത്തരവാദിത്തമുള്ളതുമായിരിക്കണം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്കൊപ്പം ഭരണത്തിലെ പെരുമാറ്റവും അതേ നിലവാരം പുലർത്തേണ്ടതുണ്ട്. ഇനി വൈദ്യുതി വകുപ്പിലേക്ക് എത്തുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ ഗൗരവമേറുകയാണ്. വൈദ്യുതി വകുപ്പ് വലിയ വെല്ലുവിളിയാണെന്ന മന്ത്രി സണ്ണി ജോസഫിന്റെ പരാമർശം തന്നെ വകുപ്പിനുള്ളിലെ സമ്മർദ്ദത്തിന്റെ സൂചനയാണ് വിമർശകർ കാണുന്നത്. UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ വൈദ്യുതി നിയന്ത്രണവും പവർ കട്ടും സംബന്ധിച്ച പരാതികൾ വ്യാപകമാകുന്നതായാണ് വിമർശനം. വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും വ്യവസായങ്ങളെയും കൃഷിയെയും നേരിട്ട് ബാധിക്കുന്നതാണ്. വൈദ്യുതി ഒരു രാഷ്ട്രീയ വാഗ്ദാനമല്ല, അത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യമാണ്. വൈദ്യുതി മുടങ്ങുമ്പോൾ വീടുകളിൽ കുട്ടികളുടെ പഠനം മുതൽ ചെറുകിട വ്യാപാരികളുടെ വരുമാനം വരെ ബാധിക്കാനിടയുണ്ട്. വ്യവസായങ്ങൾക്ക് ഉൽപാദനം തടസ്സപ്പെടും. കർഷകരുടെ ജലസേചന സംവിധാനങ്ങളെപ്പോലും ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ദീർഘകാല പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ അടിയന്തര ഉത്തരവാദിത്തമാണ്. ഇടതുപക്ഷം അധികാരത്തിലെത്തുമ്പോൾ വികസനം, UDF അധികാരത്തിലെത്തുമ്പോൾ ഇരുണ്ട കാലം എന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ കേരളത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ചയാകുമ്പോൾ പഴയ രാഷ്ട്രീയ പ്രചരണ വാചകങ്ങൾ തന്നെ സർക്കാരിനെതിരെ തിരിച്ചുപയോഗിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസ മേഖലയിലെ പ്രധാനപ്പെട്ട വിവാദങ്ങളിലേക്ക് വരാം. PM ശ്രീ പദ്ധതി. തെരഞ്ഞെടുപ്പിന് മുൻപ് പദ്ധതിയെ എതിർത്തിരുന്ന ചില UDF നേതാക്കൾ അധികാരത്തിലെത്തിയ ശേഷം പദ്ധതിയെ ന്യായീകരിക്കുന്ന നിലപാടിലേക്ക് മാറിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലപാട് മാറ്റാനുള്ള അവകാശമുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പ്രഖ്യാപനങ്ങളും അധികാരത്തിലെത്തിയ ശേഷമുള്ള തീരുമാനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ വിമർശനം ഉയരും. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റം അത്തരത്തിലുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യത്തിന് ഉദാഹരണമായി മാറി. ഇനി കേരളത്തിലെ വലിയൊരു വിഭാഗം യുവാക്കളുമായി ബന്ധപ്പെട്ട വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിലേക്ക് വരാം. തെരഞ്ഞെടുപ്പ് കാലത്ത് വാഹനപ്രേമികളായ യുവാക്കൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഇളവുകൾ. എന്നാൽ അധികാരത്തിലെത്തിയ ശേഷം മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ച ഇളവുകൾ ലഭിക്കാത്തതിനു പുറമെ ഇത്തരം വാഹനങ്ങൾക്കെതിരെ പരിശോധനയും പിഴയും ശക്തമാക്കിയെന്ന പരാതിയാണ് ഉയരുന്നത്. വാഹന മോഡിഫിക്കേഷൻ നിയമപരമായ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള വ്യക്തമായ സംവിധാനം ഉണ്ടാക്കുകയാണ് പ്രായോഗികമായ പരിഹാരം. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം നിയമപരമായ രീതിയിൽ വാഹനങ്ങൾ പരിഷ്കരിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കാനും സർക്കാരിന് കഴിയണം. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാഗ്ദാനവും അധികാരത്തിലെത്തിയ ശേഷമുള്ള നടപടിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പോഴത്തെ പ്രധാന രാഷ്ട്രീയ വിമർശനം. ഇനി ഏറ്റവും ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയത്തിലേക്ക് വരാം. പ്രകൃതിക്ഷോഭവും ദുരന്ത നിവാരണവും. ജൂലൈ 31-നുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ ചിലരെ കണ്ടെത്താൻ വൈകുന്നതും സർക്കാരിൻ്റെ ദുരന്ത നിവാരണ സംവിധാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ഒരു ദുരന്തത്തിൽ കാണാതാകുന്ന ഓരോ മനുഷ്യനും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടവും അതുകൊണ്ട് തന്നെ അതീവ പ്രധാനവുമാണ്. കാണാതായവരെ കണ്ടെത്തുന്നതിന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിക്കണം.
മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ കടൽ രക്ഷാപ്രവർത്തന സംവിധാനവും സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും കേന്ദ്ര ഏജൻസികളും തമ്മിലുള്ള ഏകോപനം പരമാവധി ശക്തമാക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം കോന്നിയിലുണ്ടായ ഉരുൾപൊട്ടലും സർക്കാരിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചു. 4 സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടും മന്ത്രിമാരുടെ ഇടപെടൽ മതിയായിരുന്നില്ല എന്ന ആരോപണം നാട്ടുകാരിൽ നിന്നും ഉയർന്നു. സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതായും പറയപ്പെടുന്നു. ദുരന്തത്തിന്റെ സമയത്ത് രാഷ്ട്രീയ ഭിന്നതകൾക്ക് മുകളിൽ നിൽക്കേണ്ടത് രക്ഷാപ്രവർത്തനമാണ്. സർക്കാർ സംവിധാനങ്ങൾ അതിവേഗം പ്രവർത്തിക്കണം. ഉദ്യോഗസ്ഥർ പ്രദേശത്ത് എത്തണം. മന്ത്രിമാർ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തണം. ദുരിതബാധിതർക്ക് ആശ്വാസമായ സഹായം ഉടൻ ലഭിക്കണം. ഇവയിൽ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ച സംഭവിച്ചാൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കും. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് സർക്കാർ സംവിധാനങ്ങളോടൊപ്പം വിവിധ ഇടതുപക്ഷ സംഘടനകളും ദുരന്തകാലത്ത് വലിയ തോതിൽ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് രാഷ്ട്രീയമായി പലപ്പോഴും ചർച്ചയാകുന്നത്. എന്നാൽ ഒരു സർക്കാരിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്തുന്നതിൽ പ്രധാനമായും പരിഗണിക്കേണ്ടത് സർക്കാർ സംവിധാനത്തിന്റെ സ്വന്തം ശേഷിയാണ്. ദുരന്തം നേരിടാനുള്ള സംവിധാനങ്ങൾ ശക്തമായിരിക്കണം. അത് ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലെത്തിയിരുന്നാലും ഒരുപോലെ പ്രവർത്തിക്കണം. ഇവയെല്ലാം ചേർന്നാണ് സതീശൻ സർക്കാരിന്റെ ആദ്യ 3 മാസത്തെ ഭരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ രൂപപ്പെടുന്നത്. ഒരു വശത്ത് പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, മറ്റൊരു വശത്ത് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, ക്ഷേമ പെൻഷനിൽ മാറ്റങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധി, PM ശ്രീ പദ്ധതിയിലെ നിലപാട് മാറ്റം, വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിലെ പ്രതിഷേധം, പ്രകൃതിക്ഷോഭവും ദുരന്ത നിവാരണവും സംബന്ധിച്ച ആരോപണങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോൾ സതീശന്റെ ആദ്യ 3 മാസം രാഷ്ട്രീയമായി പ്രതിരോധത്തിലായെന്നാണ് വിമർശകർ പോലും വിലയിരുത്തുന്നത്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളും ഓരോ വിഷയത്തിലും ഔദ്യോഗികമായി പുറത്തുവരുന്ന വസ്തുതകളും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ആരോപണങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും മാത്രം അടിസ്ഥാനമാക്കി അന്തിമ വിധി പറയാനാകില്ല. എങ്കിലും ഒരു കാര്യം വ്യക്തമാണ്: ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾ മറക്കില്ല. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾ മറന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഓരോ വാക്കും ജനങ്ങളുടെ ഓർമ്മയിലുണ്ട്. അധികാരത്തിലെത്തിയ ശേഷം എത്തുന്ന ഓരോ തീരുമാനവും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ക്ഷേമ പദ്ധതികളിലെ ഓരോ മാറ്റവും സാധാരണക്കാരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. വൈദ്യുതി മേഖലയിലെ ഓരോ പ്രതിസന്ധിയും വീടുകളിലും സ്ഥാപനങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. പോലീസ് നടപടികളിലെ ഓരോ വിവാദവും സർക്കാരിന്റെ വിശ്വസ്തതയെ ബാധിക്കുന്നുണ്ട്. ദുരന്ത സമയത്തെ ഓരോ വീഴ്ചയും ജനങ്ങളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 3 മാസത്തെ ഭരണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വെറും രാഷ്ട്രീയ പ്രസംഗമായി അവസാനിക്കുന്നില്ല. ഭരണത്തിന്റെ വിവിധ മേഖലകളിൽ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളുമായി അവ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അടുത്ത മാസങ്ങളിൽ ഈ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാർ എടുക്കുന്ന നടപടികളാണ് നിർണായകമാകുന്നത്. വാഗ്ദാനങ്ങൾ നടപ്പാക്കണം. ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമാക്കണം. വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കണം. പോലീസ് സംവിധാനത്തിൽ എല്ലാവർക്കും ഒരേ നീതി ഉറപ്പാക്കണം. സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ സാധാരണക്കാരുടെ പരാതികളിലും ശക്തമായ നടപടി വേണം. ലഹരി മാഫിയയുടെ വേരുകളിലേക്ക് അന്വേഷണം എത്തണം. ദുരന്ത നിവാരണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. യുവാക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ വ്യക്തമായ നയം വേണം. ഇതെല്ലാം നടപ്പാക്കിയാൽ മാത്രമേ ആദ്യ 3 മാസത്തെ വിമർശനങ്ങളെ മറികടന്ന് സർക്കാരിന് മുന്നോട്ടു പോകാൻ കഴിയൂ. കാരണം ജനാധിപത്യത്തിൽ ഒരു സർക്കാരിന്റെ ഏറ്റവും വലിയ ശക്തി അധികാരമല്ല, ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം നിലനിർത്താൻ പ്രസംഗങ്ങളെക്കാൾ ആവശ്യമായത് പ്രവർത്തനമാണ്. വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവ നടപ്പാക്കുന്നതിലൂടെയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതും അധികാരത്തിലെത്തിയ ശേഷം ചെയ്തതും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നതാണ് ഇനി സർക്കാരിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്തം. 3 മാസം പിന്നിടുമ്പോൾ ഉയർന്ന വിമർശനങ്ങൾ സർക്കാരിനുള്ള ഒരു മുന്നറിയിപ്പായി മാറുകയാണ്. ഭരണത്തിലെ പോരായ്മകൾ തിരുത്തുകയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയും ചെയ്താൽ ഈ വിമർശനങ്ങളെ സർക്കാരിന് മറികടക്കാം. അല്ലാത്തപക്ഷം ആദ്യ 3 മാസത്തിൽ ഉയർന്ന വിമർശനങ്ങൾ തന്നെ വരും മാസങ്ങളിൽ കൂടുതൽ ശക്തമായ രാഷ്ട്രീയ ആയുധമായി മാറും.